സായന വാർത്ത ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. വ്യാജരേഖ കേസിൽ കെ വിദ്യയ്ക്ക് ജാമ്യം അഗളി പോലീസ് കേസെടുത്ത കേസിൽ ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത് മണ്ണാർക്കാട് കോടതി. കരിന്തളം കോളേജിൽ വ്യാജരേഖ സമർപ്പിച്ച കേസിൽ നീലേശ്വരം പോലീസ് വിദ്യയെ കസ്റ്റഡിയിലെടുക്കും. വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കിയ കേസിൽ നിഖിലിന്റെ സുഹൃത്ത് അബിൻ സി രാജും പ്രതിയാകും. നടപടി വ്യാജരേഖ തയ്യാറാക്കിയത് സുഹൃത്താണെന്ന നിഖിലിന്റെ മൊഴിയിൽ. വിദേശത്തുള്ള അബിനെ ഉടൻ നാട്ടിലെത്തിക്കും. KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാൻ തയ്യാറെന്ന് കെ സുധാകരൻ. അന്വേഷണത്തെ ഭയമില്ല, നിരപരാധിയാണെന്ന ഉത്തമ ബോധ്യമുണ്ടെന്നും സുധാകരനെ മാറ്റി നിർത്താനുള്ള ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ലെന്ന് VD സതീശൻ. സുധാകരന്റെ അറസ്റ്റ് മോദിയെ സുഖിപ്പിക്കാനെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. അറസ്റ്റിനെതിരെ കോൺഗ്രസ് പ്രതിഷേധം തുടരുന്നു. കോഴിക്കോട് വെള്ളിമാട് കുന്നിലെ ജുവനൈൽ ഹോമിൽ നിന്നും കാണാതായ 4 കുട്ടികളെയും കണ്ടെത്തി. 3 മലയാളി കുട്ടികളെ കണ്ടെത്തിയത് ഷൊർണൂരിൽ നിന്ന്. UP സ്വദേശിയായ കുട്ടിയെ കണ്ടെത്തിയത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്. സംസ്ഥാനത്ത് പനി പടരുന്നത് തുടരുന്നു. ഇന്നലെയും പനിക്ക് ചികിത്സ തേടിയത് 13,000-ലേറെ പേർ. ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത് 125 പേർക്ക്. ശുചീകരണ യജ്ഞം തുടരുന്നു.